19 വയസ്സുകാരൻ അനന്തു, 24 വയസ്സുകാരൻ അച്ചു, ഈ രണ്ട് സഹോദരങ്ങൾ ചേർന്ന് ഇന്നലെ വിഴിഞ്ഞം ബാറിൽ വെച്ച് ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് ഒരു പരിചയവും ഇല്ലാതിരുന്ന സുമൻ എന്ന് പറയുന്ന 38 വയസ്സുള്ള ചെറുപ്പക്കാരനെ നടു റോഡിലിട്ട് ചവിട്ടിയും ഇടിച്ചും തറയിലിട്ട് ഉരുട്ടിയും ഒക്കെ കൊലപ്പെടുത്തിയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. ഒരു പരിചയമില്ലാത്ത ആളാണ് ഈ സുമൻ എന്ന് പറയുന്ന 38 വയസ്സുകാരൻ. ബാറിൽ വെച്ചുണ്ടായ ചെറിയ തർക്കത്തെ തുടർന്ന് മൂത്ത സഹോദരൻ അനന്തുവായിട്ട് ചെറിയ തർക്കം ഉണ്ടാവുന്നു. അനന്തുവിനെ സുമൻ ചെറുതായിട്ടെന്തോ മർദ്ദിക്കുകയുണ്ടായി. അപ്പോൾ അനന്തു അച്ചു എന്ന് പറയുന്ന സഹോദരനെ വിളിച്ചു വരുത്തി രണ്ടുപേരും കൂടെ ഈ സുമൻ എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ മൃഗീയമായി തല്ലി കൊലപ്പെടുത്തുകയുണ്ടായി. നമ്മൾ ഈ പട്ടികളെയൊക്കെ അടിച്ചു കൊല്ലൂലേ, പേപ്പട്ടിയൊക്കെ അടിച്ചു കൊല്ലൂലേ, പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലുള്ള ഒരു സംഭവമായി പോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇടിച്ചതിൻ്റെ തലയിലെ രക്തക്കുഴലുകൾ തകർന്നുപോയി, പിന്നെ കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞുപോയി, വാരിയെല്ലുകൾ പൊട്ടി ശ്വാസകോശത്തിലേക്ക് തളച്ചു കയറി. അപ്പോൾ എന്തുമാത്രം ക്രൂരമായിരുന്നു ആ ആക്രമണം എന്നൊന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ ഈ സംഭവം നടന്നപ്പോൾ ആ ബാറിൽ ഇഷ്ടംപോലെ ജീവനക്കാരുണ്ടായിരുന്നു. 10-12ഓളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം ഈ ദൃശ്യം മൊബൈലിൽ പകർത്തുകയല്ലാതെ ഒന്ന് പിടിച്ചു മാറ്റാൻ ചെല്ലുകയോ അല്ലെങ്കിൽ ഒരു തടിയെടുത്ത് വിരട്ടുകയോ അല്ലെങ്കിൽ ഒരു കല്ലെടുത്തെറിയുകയോ എന്തെങ്കിലും ഒരു സാധനം ചെയ്തിരുന്നുവെങ്കിൽ ആ ഒരു ജീവൻ ആ നടു റോഡിൽ പൊലിയില്ലായിരുന്നു. അവരെല്ലാവരും ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയല്ലാതെ ഒന്നിനും ഇടപെടാൻ പോയില്ല. അവസാനം കൊലപ്പെടുത്തിയതിന് ശേഷം ഈ ബാറിലെ ജീവനക്കാരോട് ഇവർ തിരിച്ച് ആക്രമിക്കാൻ നിന്നപ്പോൾ അവരവസാനം മുളക് സ്പ്രേ ഉപയോഗിച്ച് അവരെ വിരട്ടി വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഒരു സമൂഹം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പോക്കൊന്ന് മനസ്സിലാക്കണം. നടു റോഡിലിട്ട് ഒരാളെ തല്ലിക്കൊല്ലുന്ന ഒരു കാലഘട്ടം വരെ എത്തി. ഇതിനു മുമ്പ് ഇതുപോലെ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര പ്രകടനവും പ്രശ്നങ്ങളും ഒക്കെ നടക്കുമായിരുന്നു. പക്ഷേ എതിരെ ആരും പ്രതികരിച്ച് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റിൻ്റെ പ്രകോപനം കൊണ്ട് പണ്ടൊക്കെ ജയിലിൽ കിടന്ന് ഉണ്ട കഴിക്കും എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ യുവമാർക്ക് ഉണ്ടയല്ല കഴിക്കുന്നത്, യുവമാർക്ക് സുഭിക്ഷമായ ചാപ്പാടും പിന്നെ 10-650 രൂപ ശമ്പളവും. ഇനിയിപ്പോൾ ജയിലിലെ ശിക്ഷ കഴിഞ്ഞ് വരുമ്പോൾ യുവമാർ കോടീശ്വരന്മാരായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വരും. അതാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരവസ്ഥ.